അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ നോമ്പൊക്കെ കഴിഞ്ഞു. ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശവ്വാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് 6 നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി വലിയ പ്രോത്സാഹനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, മൻ സാമ റമളാന, ആരെങ്കിലും റമളാൻ നോമ്പ് നോറ്റാൽ, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ, പിന്നീട് അതിനോട് അവൻ ശവ്വാൽ മാസത്തിൽ നിന്നുള്ള 6 ദിവസത്തെ തുടർത്തി നോൽക്കുകയും ചെയ്താൽ കാനക സിയാമി ദഹർ, അത് കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, ശവ്വാൽ മാസത്തിൽ 6 ദിവസം നോമ്പുണ്ട്. പക്ഷെ 6 ദിവസത്തിലെ നോമ്പ് എങ്ങനെ നോൽക്കണം? പലർക്കും ആ സംശയമുണ്ട്. ഒന്ന്, ശവ്വാലിന്റെ 2ാമത്തെ ദിവസം മുതൽ, പെരുന്നാളിന്റെ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ നോറ്റാലേ ശരിയാവുള്ളൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. മറിച്ച് ഇടവിട്ട ദിവസങ്ങളിൽ നോറ്റാലും ശവ്വാൽ തീരുന്നതിന് മുമ്പ് 6 ദിവസങ്ങൾ, അത് അവന്റെ സൗകര്യപ്രദമായ ഏത് ദിവസങ്ങൾ നോക്കി നോറ്റാലും എന്താവും? ആ നോമ്പ് സ്വീകാര്യമാകും. പക്ഷെ ഏറ്റവും നല്ലത് ശവ്വാലിന്റെ 2 മുതൽ തന്നെ തുടർച്ചയായിട്ട് നോൽക്കുക. ഇനി 2 സൗകര്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ തുടർച്ചയായിട്ട് നോൽക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുടരെ നോൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. മറ്റു സമയങ്ങളിലും നോറ്റ് ആ സുന്നത്ത് നേടേണ്ടതാണ് എന്ന് ചുരുക്കം. ഉദാഹരണമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് കാണാം, വൽ അഫ്ളലു അൻ തുസാമ സിത്ത, ഏറ്റവും നല്ലത് ഈ നോമ്പ് 6 ദിവസത്തെ നോമ്പ് നോൽക്കലാണ്, മുതവാലിയത്തൻ, തുടർച്ചയായിട്ട് തന്നെ, അഖ്ബ യൗമിൽ ഫിത്ർ, പെരുന്നാൾ ദിവസത്തിന്റെ ഉടനെ. ഫൈൻ ഫർറഖഹ, അപ്പൊ ഒരാള് ആ നോമ്പിനെ ഡിവൈഡ് ചെയ്തു, അതായത് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ നോൽക്കാൻ വേണ്ടി വെച്ചു. ഔ അഖറഹ, അല്ലെങ്കിൽ അതിനവൻ പിന്തിച്ചു, അവായിലി ശവ്വാലിൻ ഇല അവാഖിരിഹി, ശവ്വാലിന്റെ ആദ്യത്തിൽ നിന്ന് അവസാനത്തിലേക്ക് സൗകര്യപൂർവ്വം പിന്തിച്ചു. എന്നാലൊക്കെയും ഹസലത്ത് ഫളീലത്തുൽ മുതാബഅ, 6 ദിവസം നോമ്പ് നോറ്റു എന്ന ആ തുടർച്ച അവന് ലഭിക്കുന്നതാണ്. കാരണം അന്നഹു യസ്ദുഖു അന്നഹു അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിന്റെ ഇടക്ക് നോറ്റാലും റമളാനിനോട് തുടർത്തി 6 ദിവസം നോറ്റു എന്ന് പറയാമല്ലോ. അതുകൊണ്ട് തുടർച്ചയായിട്ട് തന്നെ നോൽക്കൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് ശവ്വാലിൽ നിന്ന് തീരുന്നതിന് മുമ്പ് നോറ്റു വീട്ടിയാലും മതിയാകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഖാലൽ ഉലമാഉ, ബഹുമാനപ്പെട്ട ദീനിന്റെ ഉലമാവ് പറഞ്ഞിരിക്കുന്നു, വഇന്നമാ കാന ദാലിക കസിയാമി ദഹർ, എന്തുകൊണ്ടാണ് ഈ കാലം മുഴുവനും നോമ്പ് നോറ്റ പോലെ ആവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലഅന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാകുമെന്നാണല്ലോ പറയാ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഈ 6 ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് റമളാനിലെ 30 ദിവസത്തെ നോമ്പ് 300 ദിവസത്തെ സമാനമാവുകയും 6 ദിവസത്തെ നോമ്പ് 60 ദിവസത്തിന് സമാനമാവുകയും ചെയ്യുന്നു ഒരു കണക്ക്. അല്ലെങ്കിൽ റമളാനിലെ നോമ്പ് 10 മാസത്തെ നോമ്പിന്റെ സ്ഥാനത്തേക്കും പിന്നെ 6 നോമ്പ് 2 മാസത്തെ സ്ഥാനത്തേക്കും വരുന്നു. അപ്പൊ എന്തായി? 12 മാസം നോമ്പ് നോറ്റതുപോലെ ആകും. അതുകൊണ്ട് ഈ നോമ്പിന്റെ പുണ്യം എല്ലാവരും മനസ്സിലാക്കുകയും എങ്ങനെയായാലും റമളാൻ തീർന്നതിന് ശേഷം ശവ്വാലിൽ നിന്ന് സൗകര്യപ്രദമായ സമയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. അത് കറക്റ്റായിട്ട് 1 മുതൽ എടുത്തു തുടങ്ങിയാൽ പിന്നെ തീരുന്നത് വരെ എടുത്തോളണമെന്നൊന്നുമില്ല. ശവ്വാല് തീരുന്നതിന്റെ ഇടക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും ഡ്യൂട്ടിയുടെ അവസ്ഥക്കനുസരിച്ചും ഒക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കത്തൊക്കെ പോകാവുന്നതാണ്. എന്തായാലും സാങ്കേതികത്വങ്ങൾ പറയാതെ ശവ്വാലിൽ ഈ 6 ദിവസത്തെ നോമ്പ് കൂടി എടുത്തു പൂർത്തിയാക്കാനുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.